ഇന്നൊരു സ്ലോ മോർണിംഗ് ആയിരുന്നേ. അധികം മഴയൊന്നുമില്ലാത്ത ചെറിയൊരു തണുപ്പോട് കൂടിയിട്ടുള്ള ഒരു കാം അറ്റ്മോസ്ഫിയർ. നല്ല ക്ലീൻ ആയിട്ടുള്ള കിച്ചണിൽ ചെന്ന് കയറുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ? ആഹാ, ഇങ്ങനെ നോക്കിയിരുന്നാൽ വയറെന്നറിയോ? എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? വന്നോളി. ആ ഇരിക്കുന്ന ചട്ടയില്ലേ, അവൻ എന്നെ കണ്ടിട്ട് മൈൻഡാക്കാത്ത പോലെ. എന്നാൽ പിന്നെ വിചാരിച്ചു ഇന്ന് അവനെ വെച്ച് പെരുമാറാമെന്ന്. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. ഈ പരിചയക്കുറവിന് ചട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു ചെറിയ വെയിറ്റ് ലോസ് ജേണിയിലാണ്. 2-3 ദിവസമായിട്ട് സാലഡും സ്മൂത്തിയൊക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചിലായി പോന്നു. സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, വാ ഉണ്ടാക്കാം. ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ വാപ്പയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കറി, കൊഞ്ചും മുരിങ്ങയ്ക്കയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ. മൂപ്പരിതിനെ ജന്നത്തുൽ കറി എന്നാണ് വിളിക്കുന്നത്, അതായത് സ്വർഗത്തിലെ കറി. ഇതിൻ്റെ ഒത്തൻറ്റിക് ടേസ്റ്റ് വറുത്തരച്ച് വെക്കുമ്പോഴാണ് കേട്ടോ. നമ്മൾ അത്ര ആഡംബരമൊന്നും ഇന്ന് കാണിക്കുന്നില്ല, പക്ഷെ ഒരു നല്ല കറി. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി, അറിയാ നാട്ടിലെ പൊഴിയും മഞ്ഞില് തിരയൂ നിന്റെ വഴി. അവിടെയും തട്ടി ഇവിടെയും തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി, നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി. രാവു പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിട്ട് ഓടിയരികാരോ വന്നില്ലേ, മിഴിയൊന്നു തിളങ്ങിയില്ലേ. അപ്പോൾ ദാ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള മുരിങ്ങയ്ക്കയും ഉള്ളിയും തക്കാളിയും ചേനയും പിന്നെ കഴുകി വൃത്തിയാക്കി കൊഞ്ചും എല്ലാം സെറ്റാണ്. എന്നാൽ പിന്നെ തുടങ്ങിയാലോ? ചൂടായ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചതാ ഇതുപോലെ കുറച്ച് കറിവേപ്പില സ്ലോ മോഷനിൽ ഭാരി അങ്ങോട്ട് വിതറുക. പിന്നെ അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി ഈ വഴറ്റാൻ മടിയുള്ളവർക്ക് കുറച്ച് ഉപ്പൂടി ഇട്ട് അങ്ങ് വഴറ്റിക്കോ. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നല്ല ക്ഷമയോടെ വഴറ്റുന്ന ഒരു മെഷീനോ റോബോട്ടോ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിലെന്ന്. ഉണ്ടാവും, പക്ഷെ നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ വീട്ടിൽ കുക്കിംഗ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രോസസ്സാണ് വഴറ്റുക എന്നുള്ളത്. അത് ആ ഒരു റോയിൽ നിന്നും ഗോൾഡൻ ബ്രൗൺ കളർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്ക്. സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. നമ്മുടെ ഉള്ളിലെല്ലാം എന്ത് ഫാസ്റ്റായിട്ടാണ് വഴഞ്ഞത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചേന കഷ്ണങ്ങൾ ഇടുക. പിന്നെതാ ദ ഹോളി ട്രിനിറ്റി ഓഫ് ദ കിച്ചൺ എന്നറിയപ്പെടുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഈ മൂന്നിനെയും ചട്ടിയിലേക്ക് തട്ടി നല്ലോണം വരട്ടിയെടുക്കുക. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി ഒരു ബ്ലെൻഡഡ് ഫ്ലേവർ കിട്ടും. അതുവരെ നമ്മൾ വരട്ടുക. അയ്യോ, ഒരു പൊടി കൂടി ഇടാൻ മറന്നുപോയി, പെരുംജീരകപ്പൊടി. ഇത് വെറും പെരുംജീരകപ്പൊടിയല്ല, ഇതിൽ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടിയുണ്ട്. ഇത് കറിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു തിക്നെസ്സും പ്രൊവൈഡ് ചെയ്യും. ഈ പൊടിയുടെ പ്രിപ്പറേഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമേ. ഇനി ഇതാ അരിഞ്ഞു വെച്ച തക്കാളിയും സ്കെയിൽ വെച്ച് അളന്ന് മുറിച്ച മുരിങ്ങക്കോലും ഇട്ട് ഇളക്കി അങ്ങോട്ട് മറിക്കുക. കൊഞ്ചിന് പുളിയില്ലാതെ എന്ത് കളി അല്ലേ? കറിക്കൊരു പുളി രസം വരാൻ വേണ്ടി കുറച്ച് പിഴിപുളി ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് മൂടി വയ്ക്കുക. അങ്ങനെ ഇതോടുകൂടി ഈ ദൗത്യത്തിൻ്റെ 1/4 ഭാഗം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആക്കി. ഇനി കുറച്ച് റെസ്റ്റ് ആവാട്ടോ. ഈ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉറക്കമല്ല കേട്ടോ. ഉറങ്ങിപ്പോയാൽ നമ്മുടെ സ്വർഗത്തിലേക്ക് അത് നേരെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പൊക്കോളും. റെസ്റ്റ് എടുത്ത് കഴിയും മുന്നേ കറി തിളയ്ക്കുന്നു. ഈ മൂടി തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, എൻ്റെ സാറേ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല, ആ ഒരു ഫീല്. അത് ഫ്ലേവർ കൊണ്ടൊന്നും അല്ല കേട്ടോ, മൂടി തുറക്കുമ്പോൾ വരുന്ന ആ ഒരു പുക കൊണ്ടൊന്നും കാണാൻ പറ്റാത്തതാണ്. ബിക്കോസ് ഈ കറിയുടെ മെയിൻ ഹൈലൈറ്റ് കൊഞ്ചും മുരിങ്ങയ്ക്ക കൂട്ടുകെട്ടാണ്. സോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ മെയിൻ ഹൈലൈറ്റ് കൊഞ്ച് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. കൊഞ്ച് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണേ. നമ്മൾ മുന്നേ ആഡ് ചെയ്ത മുരിങ്ങക്കയില്ലേ, അതൊരു 1/4 ഭാഗം വേവണം. ഈ കൊഞ്ച് വർഗ്ഗത്തിലുള്ളവർ ജന്മനാ കുറച്ച് റഫ് ആൻഡ് ടഫ് ആൾക്കാരാണ്. പുള്ളി അധികം ഇട്ട് തിളപ്പിച്ച റബ്ബറിൻ്റെ സ്വഭാവം എടുക്കും. ഞാൻ മുന്നേ പറഞ്ഞ ഒരു ഫീലില്ലേ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല, ആ ഫീല് അതിതാ ഈ മൊമെൻറ്റിൽ കിട്ടും. ഞാനിതാ നമ്മുടെ ഈ വ്ളോഗിൽ സഹകരിച്ച ചെമ്മീൻ കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കും ഒരു കറിവേപ്പില ആദരാഞ്ജലി സമർപ്പിച്ചുകൊണ്ട് മീ സനിയും. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.